പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിഷു കൈനീട്ടമായി ഈ മാസം ലഭിക്കുക 4000 രൂപ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമായി ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം 31 മുതൽ ആരംഭിക്കും. വിഷു പ്രമാണിച്ചാണ് പെൻഷൻ നേരത്തെ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിനാവശ്യമായ തുക അനുവദിച്ച് സർക്കാർ നേരത്തെ തന്നെ ഉത്തരവിറക്കിയിരുന്നു. ഈ മാസം ആകെ 4000 രൂപയാണ് ക്ഷേമ പെൻഷനായി ഓരോ ഗുണഭോക്താവിന്റെയും കൈകളിലെത്തുക. നിലവിൽ പ്രതിമാസം 2000 രൂപ വീതമാണ് ക്ഷേമ പെൻഷനായി നൽകി വരുന്നത്. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി. തിരുവനന്തപുരം, താനൂർ, വള്ളിക്കുന്ന്, കാസർഗോഡ് മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നടൻ സുധീർ കരമന തിരുവനന്തപുരം മണ്ഡലത്തിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ LDF സ്വതന്ത്രനായി അഡ്വക്കേറ്റ് CP മുസ്തഫയാണ് ജനവിധി തേടുന്നത്. താനൂരിൽ LDF പൊതു സ്വതന്ത്രനായി മുഹമ്മദ് സമീർ മത്സരിക്കും. കാസർഗോഡ് LDF സ്വതന്ത്രനായി ഷാനവാസ് പാതൂരാണ് മത്സരിക്കുന്നത്. പാചകവാതക ക്ഷാമവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടേത് ബാലിശമായ മറുപടിയാണെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതകം വകുപ്പിന്റെ സഹമന്ത്രിയായതിനാലാണ് പാചകവാതക ക്ഷാമത്തെ തുടർന്നുള്ള കേരളത്തിന്റെ പൊതുചിത്രവും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ടെത്തി അറിയിച്ചത്. കേരളത്തിനുള്ള പാചകവാതകത്തിന്റെ അലോട്ട്മെന്റിൽ കുറച്ചുകൂടി വർധനവ് വരുത്താൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് വീട്ടിൽ പോയത്. എന്നാൽ കേരളത്തിന് വേണ്ടി പ്രത്യേക പരിഗണന നൽകാൻ കഴിയില്ലെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. ഇതിനപ്പുറം കേന്ദ്രത്തിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞതിനർത്ഥമെന്നും മന്ത്രി GR അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജൻ ഡോക്ടർ വന്ദന ദാസ് കുത്തേറ്റ് കൊല്ലപ്പെട്ട കേസിൽ പ്രതിക്ക് ജീവപര്യന്തവും 1 ലക്ഷം രൂപയും പിഴയും ശിക്ഷ. കൊല്ലം സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കൊലപാതക കേസിൽ പ്രതി ഓടനാവട്ടം, കുടവട്ടൂർ, ചെറുകരക്കോണം, ശ്രീനിലയത്തിൽ G സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി വെള്ളിയാഴ്ച വിധിച്ചിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിക്കിടെയാണ് ഡോക്ടർ വന്ദനദാസിന് കുത്തേൽക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയ 2 വിദേശികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമേരിക്കൻ പൗരന്മാരായ യൂട്യൂബേഴ്സാണ് പിടിയിലായത്. നാവികസേനാ കേന്ദ്രങ്ങളായ INS ദ്രോണാചാര്യ, നേവി ക്വാർട്ടേഴ്സ് എന്നിവയ്ക്ക് മുകളിലൂടെയാണ് ഇവർ ഡ്രോൺ പറത്തിയത്. അറസ്റ്റിലായവർ ഇപ്പോൾ ഫോർട്ട് കൊച്ചി പോലീസ് കസ്റ്റഡിയിലാണ്. ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായ നദാൻസിന് നേരെ അമേരിക്ക ഇസ്രായേൽ സഖ്യം ശക്തമായ വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ ആണവ ചോർച്ചയെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഇറാന്റെ ആണവോർജ സംഘടന അറിയിച്ചു. ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും രാത്രിയും പുലർച്ചെയും കനത്ത സ്ഫോടനങ്ങൾ നടന്നതായാണ് റിപ്പോർട്ട്. നേമത്ത് 900 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് മന്ത്രി V ശിവൻകുട്ടി. വികസനമില്ലെന്ന് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. അദ്ദേഹവുമായി സംവാദത്തിന് തയ്യാറാണ്. രാജഗോപാൽ ഒരു ചെങ്കൽക്കട്ട പോലും എടുത്തു വച്ചിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ വികസന വിപ്ലവമുണ്ടായി. സാധാരണക്കാരന്റെ ശബ്ദം കേട്ടാൽ രാജീവ് ചന്ദ്രശേഖറിന് മനസ്സിലാവില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ജനങ്ങളുടെ വോട്ടവകാശം തട്ടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് മമത ആരോപിച്ചു. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന ഈദ് നിസ്കാരത്തിന് ശേഷം വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ. ബഫി ദി വാമ്പയർ സ്ലെയർ എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ അമേരിക്കൻ നടൻ നിക്കോളാസ് ബ്രെൻഡൻ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. ഉറക്കത്തിലായിരുന്നു അന്ത്യമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചു. അഭിനയത്തോടൊപ്പം തന്നെ സമീപകാലത്ത് ചിത്രരചനയിലും കലയിലും അദ്ദേഹം സജീവമായിരുന്നു. 1997 മുതൽ 2003 വരെ നീണ്ടുനിന്ന 7 സീസണുകളിലും ബ്രെൻഡൻ അവതരിപ്പിച്ച സാൻഡർ ഹാരിസ്
മാനസ് എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കൊച്ചി നഗരത്തെ നടുക്കി വടുതലയിൽ ഒരു കുടുംബത്തിലെ 5 പേരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 2 സ്ത്രീകളും 3 കുട്ടികളുമാണ് മരിച്ചത്. വടുതലയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇവർ. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചികിത്സാ ആവശ്യങ്ങൾക്കായി എറണാകുളത്തെത്തിയ ഇവർ ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ജനൈകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനൈകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.